ഇന്നത്തെ കാലത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 100 റെസ്ട്രിക്ഷൻസ് അവർ കാണിക്കുന്നത് കാണാം. എന്താണ് ഈ കൊളസ്ട്രോൾ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആതിര, ഭൂമി നാച്ചുർ ക്യൂർ ആൻഡ് വെൽനസ്, കൂറ്റനാട്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പൊട്ട കാര്യമാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? കൊളസ്ട്രോൾ ഒരു മെഴുക് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ അതിൻ്റെ വോൾസ് ശരിക്കും അതിനൊരു സ്ട്രക്ചർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റു പല ഉപയോഗങ്ങളും ഈ കൊളസ്ട്രോൾ കൊണ്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ മുതലായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ടും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിവറിൽ ബയൽ ഉണ്ടാക്കാനായിട്ടും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും ഈ കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മോശപ്പെട്ട സാധനമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ശരീരത്തിലൊരു 80% കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 20% മാത്രമാണ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ രക്തത്തിൽ ഈ പറഞ്ഞ കൊഴുപ്പ് ഇത് നമ്മുടെ രക്തത്തിൽ പല സബ്സ്റ്റൻസുകളുമായിട്ട് ആക്ട് ചെയ്ത് അതുമായി ചേർന്നിട്ട് നമ്മുടെ രക്തക്കുഴലുകളിലെല്ലാം വന്ന് അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇത് ഒരു ഡേഞ്ചറസ് കണ്ടീഷനായിട്ട് മാറുന്നത്. അത് എങ്ങനെയാണെന്ന്